ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ തലയുടെ മുടിച്ചുരുക്കൾക്കിടയിൽ കൂടെ എൻ്റെ കൈകൾ മൃദുവായി സ്പർശിച്ചു. പെട്ടെന്ന് ഉണ്ണിയേട്ടൻ തലപൊക്കി നോക്കിയതും ഞാൻ എൻ്റെ കണ്ണുകളിൽ ഉണ്ണിയേട്ടൻ്റെ കണ്ണുകൾ മാത്രം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താ, എന്തു പറ്റി? എന്തെങ്ങനെ നോക്കുന്നേ? എത്ര ദിവസമായി നിന്നെ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ട്? ആ പറഞ്ഞ നിമിഷം ഞാൻ ഉണ്ണിയേട്ടനെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ കഴുത്തിലെ താലിയുടെ തിളക്കം ഉണ്ണിയേട്ടൻ്റെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു. എന്തോ കുറച്ചു നിമിഷം ഉണ്ണിയേട്ടനെ ചേർത്ത് പിടിച്ച് താലോലിക്കാനായിരുന്നു എനിക്ക് തോന്നിയത്. ഉണ്ണിയേട്ടൻ പതുക്കെ എൻ്റെ മടിയിലേക്ക് ചാഞ്ഞു. എയർപോർട്ടിൽ നിന്ന് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന വിഷമങ്ങളും ഏകാന്തതയും എവിടെയോ ഓടി മറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ സാമീപ്യം അടുത്തുണ്ടെങ്കിൽ പിന്നെ അതൊരു ധൈര്യമാണ്. സമയം അപ്പോഴേക്ക് 3 മണിയായിരുന്നു. ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി. ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചു. നേരത്തെ വന്നു കയറി മാരണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഉണ്ണിയേട്ടന് കഴിക്കാൻ ഒരു സ്പെഷ്യൽ തോരനും അവിയലും എല്ലാം അപ്പോൾ തന്നെ സെറ്റാക്കി വെച്ചു. പാചകം ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനിത്തിരി ടേസ്റ്റ് കൂടും. ഒരുപക്ഷെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ നിൽക്കുന്ന നിമിഷം അതുമാത്രമായിരിക്കും. ഞാനെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉണ്ണിയേട്ടൻ്റെ അടുക്കളയിലേക്ക് പോയി. ഉണ്ണിയേട്ടാ, ഒന്ന് എഴുന്നേറ്റേ, ദേ ഊണ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് വന്ന് കിടക്ക്. എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ മുടിയുടെ തുമ്പ് ഉണ്ണിയേട്ടൻ്റെ മുഖത്ത് വെച്ചിട്ട് അത് മൃദുലമായി വലിച്ചെടുത്തു. ആ കണ്ണുകളിലെ തിളക്കവും ഒരു പുഞ്ചിരിയും കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു ചുംബനം കൊടുത്തു. ഉണ്ണിയേട്ടനെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് എൻ്റെ മാത്രം ലോകത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നി. ഉണ്ണിയേട്ടൻ്റെ കവിളിൽ ചുംബിക്കുമ്പോൾ എൻ്റെ നനഞ്ഞ ചുണ്ടുകളിലെ തണുപ്പ് ആ മുഖത്ത് സ്പർശിച്ചിരുന്നു. ഉണ്ണിയേട്ടൻ മെല്ലെ കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കി. എന്തുറക്കമായത്? വാ, ഭക്ഷണം കഴിച്ചിട്ട് കിടക്ക്. ആ, എഴുന്നേക്കാം എന്ന് പറഞ്ഞ ആൾ എന്നെയും കെട്ടിപ്പിടിച്ച് ആ ബെഡിലേക്ക് കിടത്തി. ഞാൻ പതുക്കെ ഉണ്ണിയേട്ടൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് എൻ്റെ വിരലുകൾ ഒടിച്ചുകൊണ്ടിരുന്നു. ആ ഒരു നിമിഷം ഉണ്ണിയേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ വാ, ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പൊക്കിയെടുത്തു. ഭക്ഷണം കഴിക്കുന്ന ആളെ പുറകിൽ നിന്ന് ഉന്തിയും തള്ളിയും ഞാൻ ടേബിളിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. എടോ, ഇതെല്ലാം താനപ്പുണ്ടാക്കി? വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. അത് ഉണ്ണിയേട്ടൻ വന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടാക്കിയതാ. ഈ വയ്യാത്ത കാലം വെച്ചോ? ഞാനൊരു പിടി ചോറ് വാരി ഉണ്ണിയേട്ടൻ വായിൽ വെച്ചു കൊടുത്തു. ഉണ്ണിയേട്ടാ, എനിക്ക് നിങ്ങളുടെ രുചിയും ഭക്ഷണവും എല്ലാം ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. ആഹാ, അപ്പൊ തനിക്ക് എന്നെ മിസ് ചെയ്തില്ലേ? എൻ്റെ ഫുഡ് മാത്രമേ മിസ് ചെയ്തുള്ളൂ? ആ ഒരു നിമിഷം ഉണ്ണിയേട്ടനെ ഞാനൊന്ന് തുറച്ചു നോക്കി. അപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ്റെ പാത്രത്തിലെ ഒരു പിടി ചോറ് വാരി എൻ്റെ വായിലേക്ക് വെച്ച് തന്നു. ആ ഒരു നിമിഷം ഒരു കൊഞ്ചലോടെ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞു, ഉണ്ണിയേട്ടൻ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആ പാടത്തോടെ ഒന്ന് നടന്നാലോ? നിനക്കെന്താ വല്ല വട്ടുണ്ടോ? നീ കണ്ടിട്ടില്ലാത്ത പോലെ. ഞാനൊരു നിരാശയെന്ന പോലെ എൻ്റെ മുഖം ഒന്ന് താഴ്ത്തി. പോകാം, കുറച്ച് കഴിയട്ടെ. ആ ഒരു നിമിഷം ഒരു കുഞ്ഞു പൈതൽ എന്ന പോലെ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വീണു. ഉണ്ണിയേട്ടൻ അടുത്തില്ലായിരുന്ന സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ പൊട്ടച്ചിന്തകളിൽ ഒന്നായിരുന്നു അത്. ഉണ്ണിയേട്ടൻ വരുമ്പോൾ പാടവരമ്പത്ത് കൂടി കൈപിടിച്ച് നടക്കണം. എന്തോ വല്ലാത്തൊരു മോഹമായിരുന്നു അത് അന്ന് ആലോചിച്ചു കൂട്ടിയപ്പോൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. പാടത്തോ വരമ്പത്തോ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന്. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഞാനും ഉണ്ണിയേട്ടനും മാത്രമുള്ള നിമിഷങ്ങളിൽ മറ്റാരും വേണ്ട എന്നൊരു തോന്നൽ. ഞാൻ മെല്ലെ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി പതുക്കെ വരമ്പത്തോട്ട് നടന്നു. ഉണ്ണിയേട്ടൻ ആ ഒരു നിമിഷം എൻ്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി ഒരു കാവി മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് വരുന്നു. വരമ്പത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കാലിൻ്റെ വേദന അപ്പോഴും പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ എൻ്റെ പിന്നിൽ നിന്ന് വന്നിട്ട് എടുത്തു പൊക്കി. ഉണ്ണിയേട്ടാ, ഞാൻ നടന്നോളാം, ആരെങ്കിലും കാണില്ലേ? കുഴപ്പമില്ല, നീ എന്നെ മുറുകെ പിടിച്ചോ, നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. വരമ്പത്ത് കൂടി അത്രയും ദൂരം എന്നെയും പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ കണ്ണുകൾ എൻ്റെ കണ്ണിൽ നിന്ന് മായാതെ നിൽക്കുന്ന പോലെ. പെട്ടെന്ന് ആ നിമിഷം എനിക്ക് തൊടാൻ പറ്റിയത് വളർന്നു കിടക്കുന്ന ആ ഉയ്ശാന്തടിയിലായിരുന്നു. ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ഒരു കൂട്ടം പറവകളായിരുന്നു. അതിൽ 2 പറവകൾ മാത്രം ഞങ്ങളുടെ പ്രണയത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണിയേട്ടൻ എന്നെ പാടത്തിറക്കി നിർത്തി. ആ ഒരു നിമിഷം പരസ്പരം കൈകോർത്ത് അതിന് നടുവിൽ കൂടി ഒന്ന് നടന്നു. അപ്പോൾ ആ സമയം എൻ്റെ ശ്രദ്ധ പോയത് ഒരു മൂലയിൽ കിളിർത്തു നിന്നിരുന്ന പച്ചപ്പായിരുന്നു. അവിടെ ഇരിക്കാൻ വല്ലാത്തൊരു രസമാണ്, നല്ല തണുപ്പും. ഞാനും ഉണ്ണിയേട്ടനും ആ ഒരു നിമിഷം ആ പച്ചപ്പിൽ കുറച്ചു നേരം ഇരുന്നു. ചെറിയൊരു മഴക്കോള് ഞാൻ ആ നീലാകാശത്ത് കണ്ടു. പ്രകൃതി പോലും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മഴ തുള്ളി തുള്ളിയായി എൻ്റെ മുഖത്തേക്ക് വീണു. എൻ്റെ കണ്ണുകൾ വിടർന്ന് ആ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി. ആ മഴത്തുള്ളികൾ ഓരോന്നായി എൻ്റെ മുഖത്തേക്ക് വീണു തുടങ്ങി. അത്ര നാളും എൻ്റെ മുഖത്ത് മായാതെ നിന്നിരുന്ന കണ്ണുനീരിൻ്റെ കറകൾ ഇളകിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. കൂട്ടിനായി ഉണ്ണിയേട്ടൻ കൈകോർത്ത് പിടിച്ചപ്പോൾ ആ മഴ പൂർണ്ണമായും പെയ്തു തുടങ്ങിയത് എൻ്റെ മനസ്സിലായിരുന്നു.
മഴ പൂർണ്ണമായും ഉറച്ചു പെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. ഉണ്ണിയേട്ടാ പ്ലീസ്, കുറച്ചു നേരം മഴ നനഞ്ഞിട്ട് പോകാം. അത് പറ്റില്ല, നിനക്ക് പെട്ടെന്ന് പനി വരുന്നതാണ്. പെട്ടെന്ന് കയറാൻ നോക്ക്. ഉണ്ണിയേട്ടൻ എന്നെ പിടിച്ചു വലിക്കുമ്പോഴും ഞാൻ വിടാതെ പിടിച്ചു നിർത്തി. ആ മഴയെ പൂർണ്ണമായും ആസ്വദിക്കാൻ തുടങ്ങി. എന്റെ ആസ്വാദനം കൂടി വന്നപ്പോൾ മഴയും അതിനൊപ്പം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇടിമിന്നലും അതിശക്തിയായ മഴയും ഇരുട്ടടച്ച സായാഹ്നവും എന്റെയും ഉണ്ണിയേട്ടന്റെ ശരീരം പൂർണ്ണമായും നനഞ്ഞു തുടങ്ങി. മഴയ്ക്കൊപ്പം ശക്തിയായ ഒരു കാറ്റും കൂടി വീശിയപ്പോൾ എന്റെ ശരീരവും മനസ്സും ഒരുപോലെ തണുത്തു തുടങ്ങിയിരുന്നു. ആ ഒരു നിമിഷം ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന പോലെ സ്വന്തം ഭർത്താവിന്റെ ചൂട് ഞാനും ആഗ്രഹിച്ചു. ഞാൻ ഉണ്ണിയേട്ടനെ മുറുകെ കെട്ടിപ്പിടിച്ചങ്ങനെ നിന്നു. മഴ ശക്തിയായി ഞങ്ങൾ രണ്ടുപേരെയും തഴുകി ഉണർത്തി. ഇരുട്ട്, മഴ, ഉണ്ണിയേട്ടൻ, പിന്നെ പാടവരമ്പും. അപ്പോൾ പെയ്ത മഴ ഒരുപക്ഷെ മരുഭൂമിയിൽ പെയ്ത മഴ തന്നെയാണ്. തരിശുഭൂമിയിൽ ഒരിറ്റ് ദാഹജലത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനെ പോലെ എന്നെയും ഉണ്ണിയേട്ടനെയും ഒരുപോലെ അനുഗ്രഹിച്ച ദിവസം. പെട്ടെന്നായിരുന്നു ദൂരെ നിന്നും ആരോ വിളിക്കുന്നത് പോലെ എന്റെ ചെവിയിൽ കേട്ടത്. മഴയുടെ ശബ്ദത്തിൽ അത് പൂർണ്ണമായും കേൾക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് അമ്മയായിരുന്നു. ഒരു നീല കുടയും പിടിച്ച് പാടത്തുനിന്ന് മഴ നനഞ്ഞിരിക്കുന്ന ഞങ്ങളെ കണ്ടപ്പോൾ വഴക്ക് പറയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ണിയേട്ടൻ എന്നെയും പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. അവിടെ അമ്മ 2 തോർത്തുമായി നിൽക്കുന്നു. ഞാനൊരു തോർത്ത് വാങ്ങിക്കുമ്പോൾ അമ്മ എന്നെ വഴക്ക് പറയുകയായിരുന്നു. ഞാൻ മറ്റൊരു തോർത്ത് വാങ്ങിച്ച് ഉണ്ണിയേട്ടന് കൊടുത്തു. ഉണ്ണിയേട്ടൻ തലയിൽ തോർത്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുടയും വാങ്ങിച്ച് ചായപ്പിൽ മാറ്റി വെച്ചിരുന്ന ഒരു വല പോലെ എന്തോ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ തോട്ടിനടുക്കിലേക്ക് പോയി. ഞാൻ ആ നിമിഷം അമ്മയോട് ചോദിച്ചു, അമ്മേ, ഉണ്ണിയേട്ടൻ എവിടെ പോയതാ? അവൻ ആ തോട്ടിൽ ഒഴുകി വരുന്ന മീൻ വലയിട്ട് പിടിക്കാൻ പോയതാകും എന്ന് അമ്മ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധിച്ചു. അമ്മേ, എന്നാ ഞാൻ കൂടി ഒന്ന് പോയിട്ട് വരാവേ. നീ പോകുന്നേതാ, ഈ കുടയെടുത്തോട്ട് പൊക്കോ. വെറുതെ മഴ നനഞ്ഞ് പനി പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊരു ചെറുപുഞ്ചിരി അമ്മയ്ക്ക് സമ്മാനിച്ച് കുടയെടുത്തോണ്ട് ഉണ്ണിയേട്ടൻ പോയ അതേ വഴിക്ക് തന്നെ വെച്ച് പാഞ്ഞു. മുറ്റത്തപ്പോഴേക്കും മഴവെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കാല് വളരെ സൂക്ഷ്മമായി വെള്ളത്തിൽ ചവിട്ടാതെ നടന്നു. മുറിവ് വെള്ളത്തിൽ നനച്ച് അവിടേക്ക് ചെന്നാൽ ഉണ്ണിയേട്ടൻ വഴക്ക് പറയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഒഴുകി വരുന്ന തോടിന് കുറുകെയായി വല വിരിച്ച് മീൻ കുടുങ്ങുന്നത് നോക്കി നിൽക്കുന്ന ഉണ്ണിയേട്ടനെയാണ്. നീ എന്തിനാ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇങ്ങോട്ട് വന്നേ? അകത്തങ്ങണോ ഇരുന്നാ പോരായിരുന്നോ? എനിക്കറിയാം ഉണ്ണിയേട്ടൻ ഇങ്ങനെ തന്നെ പറയുമെന്ന്. അതുകൊണ്ട് ഞാൻ കാല് നനയ്ക്കാതെ വന്നത്. എന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ഒരു നിമിഷം എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ഉണ്ണിയേട്ടൻ വലയിലേക്ക് തന്നെ നോക്കി നിന്നു. ഞാനൊരു കൗതുകത്തോടെ ആ പുഴയിലെ വെള്ളത്തിൽ ഒഴുക്കങ്ങനെ നോക്കി നിന്നു. മഴ ആ സമയം ഉറച്ചു പെയ്യുന്നുണ്ടായിരുന്നു. സമയം അപ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. ആ പാടവരമ്പിൽ തവളക്കുട്ടന്മാരുടെ കരച്ചിലും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു വല നിറച്ച് മീൻ പൊക്കിയെടുത്ത് അത് കരയിലേക്ക് തട്ടി. ഞാനൊരു ബക്കറ്റിൽ മുഴുവൻ പറക്കിയെടുത്ത് അടുക്കളയിലേക്ക് ഓടി. ഞാനെത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴും ഉണ്ണിയേട്ടനെ കാണുന്നില്ല. 2 കൈയിലും കപ്പയും കാച്ചിലും പിഴുതെടുത്ത് കുട തോളിൽ വെച്ച് നനയാതെ വരുന്നു. ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഇന്നത്തേക്ക് എനിക്കിട്ടുള്ള പണിയാണെന്ന്. ഒരു മൂട് കപ്പ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. കപ്പ പുഴുങ്ങിയതും മറ്റു കാര്യങ്ങളും ഞാൻ ചെയ്യണം. പുഴമീൻ ഫ്രൈ ഉണ്ണിയേട്ടൻ ഉണ്ടാക്കാം എന്നും പറഞ്ഞു. ഞാൻ ഡ്രസ്സ് മാറി അടുക്കളയിൽ വന്ന് പുറത്തേക്ക് നോക്കി. മഴ തകൃതിയായി പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കി വെച്ചു. കപ്പ പുഴുങ്ങി ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ ഇത് ഇവിടെ വെക്കണ്ട, ഉമ്മർത്ത് കൊണ്ടുവെക്കാൻ ഉണ്ണിയേട്ടൻ പറഞ്ഞു. മീൻ പൊരിച്ചതും കറിയും ഉണ്ണിയേട്ടൻ റെഡിയാക്കി കൊണ്ടുവന്നു. അമ്മയുടെ വക 3 കട്ടൻ കാപ്പി. മഴയുടെ തണുപ്പിൽ ഞങ്ങൾ 3 പേരും ഉമ്മർത്തിരുന്നു. ഞാനും ഉണ്ണിയേട്ടൻ തറയിലും അമ്മ കസേരയിലും. കപ്പയും മീൻകറിയും പിന്നെ മീൻ പൊരിച്ചതും കട്ടനുമൊക്കെയായി ഞങ്ങൾ ആ രാത്രി കൂടി. ആ ഒരു സമയം നല്ലൊരു ഇടിവെട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ശബ്ദത്തിൽ പെട്ടെന്ന് തന്നെ അമ്മ പേടിച്ചു. ഞാൻ ഓരോ കപ്പയും പാത്രത്തിൽ നിന്നെടുത്ത് മീൻകറിയിൽ മുക്കി ഒരു മുരിഞ്ഞ മീനും എടുത്ത് കഴിച്ചു. പാത്രത്തിലെ അവസാനത്തെ കപ്പ തീരുമ്പോൾ ഞാൻ അമ്മയുണ്ടാക്കിയ ആ ചൂട് കട്ടൻ ഊതി കുടിക്കുകയായിരുന്നു. മഴ നനഞ്ഞ ശേഷം ആ പെയ്യുന്ന മഴയിൽ തണുത്ത ശരീരത്തിലേക്ക് ഒരു ചൂട് കട്ടൻ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. മഴയും കട്ടനും അതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. മഴ പെയ്യുന്ന സമയത്ത് കട്ടന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അതെന്തെന്നാൽ അവർ തമ്മിൽ ഒരു അഗാധമായ പ്രണയമുണ്ട്. കാരണം അവർ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് പോലും നിറയുന്നത്. കട്ടൻ കുടിച്ച് മഴ പെയ്ത് ഒഴുകിപ്പോകുന്ന വെള്ളം അങ്ങനെ നോക്കിയിരുന്നു. ആ ഒരു സമയം ഉണ്ണിയേട്ടനെ തോണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉണ്ണിയേട്ടന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ആ കള്ളച്ചിരി കണ്ടിട്ടാണോ ഉറക്കം വന്നിട്ടാണോ എന്നറിയില്ല. അമ്മ ആ ഒരു സമയം എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങു പിള്ളാരെ, സമയം ഒരുപാടായി. അമ്മ അകത്ത് പോയി കഥകടച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ അരികിലേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു. ആ ഒരു സമയം മഴത്തുള്ളികൾ ഒരു കാറ്റ് പോലെ അടിച്ചകത്തേക്ക് കയറി. എൻ്റെ ശരീരം
നല്ലതുപോലെ തണുത്തു തുടങ്ങിയിരുന്നു. ഞാൻ ഉണ്ണിയേട്ടനെ കെട്ടിപ്പിടിച്ച് മഴയുടെ തണുപ്പിൽ ആ ഒരു ചൂട് കൊണ്ടങ്ങനെയിരുന്നു. വാ, ഇനി കിടക്കണ്ടേ? ഉണ്ണിയേട്ടൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഉണ്ണിയേട്ടനൊപ്പം മുറിയിലേക്ക് പോയി. മുറിയിലെ ജനാലകളെല്ലാം അടച്ച് ഞാനൊരു പുതപ്പെടുത്ത് എൻ്റെ കാലാദ്യം പുതച്ചു. ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന ആ ബാഗിൽ നിന്നും ഒരു പെട്ടി എടുത്ത ശേഷം എൻ്റെ കയ്യിൽ തന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തപ്പോൾ അതൊരു ഡയമണ്ട് റിംഗ് ആയിരുന്നു. അതിലെ തിളക്കം എൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചു. ഞാൻ പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. എന്തിനാ വെറുതെ പൈസ കളഞ്ഞത്? ഇരുന്നോട്ടെ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ദുബായി പോയതല്ലേ. വരുമ്പോൾ ഒരു കുഞ്ഞു സമ്മാനം കയ്യിൽ കരുതണ്ടേ? പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ അധിക കാര്യം പറയില്ലല്ലോ. മനസ്സറിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണം, അതാണല്ലോ ശീലം. ഞാൻ അപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഞാൻ ആ റിങ് ഉണ്ണിയേട്ടനെ കൊണ്ട് തന്നെ എൻ്റെ കയ്യിലിടിപ്പിച്ചു. അതെൻ്റെ കയ്യിലണിയുമ്പോൾ പുറത്തൊരു ഇടിമിന്നൽ ഞാൻ കണ്ടു, ഡയമണ്ടിൽ തെളിയുന്ന പ്രകാശം പോലെ. ആ ഒരു സമയം ഞാൻ ഉണ്ണിയേട്ടൻ്റെ തോളിലേക്ക് ചാഞ്ഞു. മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ആ ഇരുട്ടിൻ്റെ മറവിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അങ്ങനെ നിന്നു. ആ ഒരു സമയം എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ നെഞ്ചിൽ ചായുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു. അപ്പോൾ തന്നെ ഉണ്ണിയേട്ടൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് അങ്ങനെ കിടന്നു. ആ വിരലുകൾ അപ്പോഴും എൻ്റെ മുടിയിണകൾക്കിടയിൽ കൂടി ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. പുറത്തു മഴ ഉറച്ചു തന്നെ പെയ്യുന്നുണ്ട്. നാളെ മുറ്റം മുഴുവൻ വെള്ളമായിരിക്കുമോ എന്ന് വിചാരിച്ച് ആ സമയമായിരുന്നു നല്ലൊരു ഇടിവെട്ടിയത്. അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ബോംബ് പൊട്ടിയ ശബ്ദം പോലെ ഞാൻ പേടിച്ച് ഭയന്ന് ഉണ്ണിയേട്ടൻ്റെ നെഞ്ചിലേക്ക് ചാരി. എന്തോ എൻ്റെ കാലുകൾ നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. കാലുകൾ പുതച്ചു വെച്ച് സിന്ദൂരമണിഞ്ഞ നെറ്റി ആ ഒരു നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കംഫർട്ട് സോൺ അതാണ്. കീർത്തന, ഞാനില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നോ? ഒരു പേടിയില്ല. ഒറ്റയ്ക്ക് കിടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പുറത്തെ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഉണ്ണിയേട്ടന്റെ നെഞ്ചിലെ ഓരോ മുടിച്ചുരുളുകളും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിൽ ഓരോ മുടിയുടെ നീളവും എണ്ണവും എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഉണ്ണിയേട്ടാ, നിങ്ങളെ പഴയ ആളില്ലേ മാനസി? അവൾ എന്തിനാ ഇപ്പോഴും നിങ്ങളെ അന്വേഷിച്ച് നടക്കുന്നത്? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും. അത് നീ വിട്. അതൊക്കെ അന്നേ പോയ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അവരവരുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിലും. ഉണ്ണിയേട്ടൻ അപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തകളും കാര്യങ്ങളൊന്നും മായുന്നില്ലായിരുന്നു. ആ ഒരാൾ എന്നേക്കാൾ കൂടുതൽ ഉണ്ണിയേട്ടന് പ്രാധാന്യം കൊടുക്കുന്നതും അതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.